ദക്ഷിണ ധ്രുവം കൊടും തണുപ്പും ഹിമപാളികളും ചേർന്ന ഒരു വിസ്മയ ലോകമാണ്. ഈ തണുത്തുറഞ്ഞ ഭൂമിയിൽ കറുപ്പും വെളുപ്പും ചേർന്ന അങ്കി ധരിച്ച് വിചിത്രമായ നടത്തത്തിലൂടെയും എന്നാൽ ജലത്തിനടിയിലെ അവിശ്വസനീയമായ പറക്കലിലൂടെയും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൂട്ടം പക്ഷികളുണ്ട്, പെൻഗ്വിനുകൾ. ഇവയുടെ സാമൂഹിക ജീവിതം, അവിശ്വസനീയമായ അതിജീവന തന്ത്രങ്ങൾ, മാതൃകാപരമായ രക്ഷകർതൃത്വം എന്നിവ പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. പെൻഗ്വിനുകൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും ഈ പരിമിതിയെ അവ ജലത്തിനടിയിലെ അനന്തമായ സ്വാതന്ത്ര്യത്തിലൂടെ മറികടന്നു. അവയുടെ ഓരോ ചലനവും, കൂട്ടായുള്ള ജീവിതവും, കഠിനമായ സാഹചര്യങ്ങളോടുള്ള പൊരുത്തപ്പെടലും ഈ പക്ഷികളെ പരിണാമത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. അന്റാർട്ടിക്കയുടെ ഹൃദയത്തിൽ നിന്നും ഉഷ്ണമേഖലയുടെ തീരങ്ങൾ വരെ നീളുന്ന പെൻഗ്വിൻ ജീവിതത്തിന്റെ ഓരോ തലത്തിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ലോകമെമ്പാടും ഏകദേശം 18ലധികം ഇനം പെൻഗ്വിനുകൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം ദക്ഷിണാർദ്ധഗോളത്തിലാണ് കാണപ്പെടുന്നത്. പെൻഗ്വിനുകൾ ഉത്തരാർദ്ധഗോളത്തിൽ ഇല്ലാത്തതിന് പ്രധാന കാരണം അവിടെ പ്രധാനപ്പെട്ട വേട്ടക്കാരുടെ അഭാവമാണ്. ഇത് പെൻഗ്വിനുകൾക്ക് കരയിൽ സുരക്ഷിതമായി പ്രജനനം നടത്താൻ അവസരം നൽകുന്നു. പെൻഗ്വിനുകളുടെ വാസസ്ഥലങ്ങളെ പ്രധാനമായും 3 മേഖലകളായി തിരിക്കാം. അന്റാർട്ടിക്കനും ഉപ അന്റാർട്ടിക്കനുമാണ് ഇതിൽ ആദ്യത്തേത്. എംപറർ, അഡീലി, ചിൻസ്ട്രാപ്പ്, ജെൻഡു തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെയുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പെൻഗ്വിൻ ഇനമായ എംപറർ പെൻഗ്വിനുകളും എണ്ണത്തിലേറ്റവും കൂടുതലുള്ള അഡീലി പെൻഗ്വിനുകളുമാണ് അന്റാർട്ടിക്കയെ സ്ഥിരം വാസസ്ഥലമാക്കിയ പ്രധാനികൾ. ഇവയാണ് കഠിനമായ അതിശൈത്യത്തെ ധൈര്യത്തോടെ നേരിടുന്നത്. രണ്ടാമത്തെ മേഖലയായ മിത ശീതോഷ്ണ മേഖലയിൽ ന്യൂസിലൻഡ്, തെക്കൻ ഓസ്ട്രേലിയ, തെക്കേ അമേരിക്കയുടെ തെക്കൻ തീരങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മജല്ലാനിക്, റോക്ക്ഹോപ്പർ, കിങ് പോലുള്ള ഇനങ്ങളും ഉൾപ്പെടുന്നു. ശ്രദ്ധേയമായ മൂന്നാമത്തെ മേഖലയാണ് ഉഷ്ണമേഖല. ഇവിടെ പെൻഗ്വിനുകളിൽ ഒരേയൊരു ഇനം ഗാലപ്പഗോസ് പെൻഗ്വിൻ ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ ഇക്വഡോറിനടുത്ത് ജീവിക്കുന്നു. ഹംബോൾട്ട് പ്രവാഹം കൊണ്ടുവരുന്ന തണുത്ത സമുദ്രജലവും അതിലടങ്ങിയ ആഹാരവുമാണ് ഇവയുടെ അതിജീവനത്തിന് സഹായിക്കുന്നത്. പെൻഗ്വിനുകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല, മറിച്ച് കോളനികളായാണ് ഇവയുടെ ജീവിതം. ചില കോളനികളിൽ ലക്ഷക്കണക്കിന് പക്ഷികൾ ഉണ്ടാകും. ഒരുമിച്ച് ജീവിക്കുന്നതിലൂടെ അവ കൂട്ടായ സുരക്ഷ ഉറപ്പാക്കുകയും വേട്ടക്കാരെ ചെറുക്കുകയും ചെയ്യുന്നു. കഠിനമായ തണുപ്പിൽ, പ്രത്യേകിച്ച് അന്റാർട്ടിക്കയിൽ, ഹഡിൽ എന്ന കൂട്ടായ താപനില നിയന്ത്രണ തന്ത്രം ഇവ ഉപയോഗിക്കുന്നു. തണുപ്പകറ്റാനായി പെൻഗ്വിനുകൾ പരസ്പരം ചേർന്ന് ഒരു വലിയ കൂട്ടമായി നിൽക്കുകയും പുറം ഭാഗത്ത് നിൽക്കുന്ന പക്ഷികൾ തണുത്തുറയുമ്പോൾ ഉൾഭാഗത്ത് നിൽക്കുന്നവർക്ക് പുറത്തേക്ക് നീങ്ങാൻ അവസരം നൽകുകയും ചെയ്യുന്ന ഒരു നിരന്തരമായ ചലനമാണിത്. മനുഷ്യ സമൂഹത്തിലെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ കൂട്ടായ്മ കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം കൂടിയാണ്. പരിണാമത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പെൻഗ്വിനുകളുടെ ശരീരം. കരയിലെ വിചിത്രമായ നടത്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കടലിലെ അവയുടെ അവിശ്വസനീയമായ വേഗതയും ചാരുതയും മറക്കരുത്. പെൻഗ്വിനുകളുടെ ചിറകുകൾ പറക്കാനുള്ള തൂവലുകളുള്ള ചിറകുകളല്ല, മറിച്ച് വെള്ളത്തിൽ തുഴയാൻ കഴിയുന്ന കട്ടിയേറിയ ബലമുള്ള തുഴകളാണ്. ഇവയുടെ അസ്ഥികൾ മറ്റു പക്ഷികളുടേതുപോലെ പൊള്ളയായവയല്ല, മറിച്ച് ദൃഢവും കട്ടിയുള്ളതുമാണ്. ഇത് വെള്ളത്തിനടിയിൽ വേഗത്തിൽ നീന്താൻ സഹായിക്കുന്നു. ചില വലിയ ഇനങ്ങൾക്ക് മണിക്കൂറിൽ 15 മൈൽ വേഗതയിൽ നീന്താനും 500 മീറ്റർ വരെ ആഴത്തിൽ മുങ്ങാനും സാധിക്കും. മാത്രമല്ല, ജലത്തിനടിയിൽ നിന്ന് ഉയർന്ന വേഗതയിൽ വെള്ളത്തിന് മുകളിലേക്ക് കുതിച്ചു ചാടി വീണ്ടും വെള്ളത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഇവയുടെ കഴിവ് കായികക്ഷമതയുടെ ഉത്തമ ഉദാഹരണമാണ്. കൊടിയ തണുപ്പിനെ അതിജീവിക്കാൻ പ്രകൃതി പെൻഗ്വിനുകൾക്ക് നൽകിയിട്ടുള്ള കവചം ശ്രദ്ധേയമാണ്. ഇതിൽ പ്രധാനമായും 2 കാര്യങ്ങൾ സഹായിക്കുന്നു: തെർമൽ ഇൻസുലേഷനും കൗണ്ടർ ഷെയ്ഡിങ്ങും. പെൻഗ്വിനുകളുടെ ഇൻസുലേഷൻ സംവിധാനം സങ്കീർണമാണ്. തൂവലുകൾക്ക് താഴെയായി കട്ടിയുള്ള കൊഴുപ്പിന്റെ പാളിയുണ്ട്. കൂടാതെ വെള്ളം കയറാത്ത അടുക്കി വെച്ചതുപോലെയുള്ള 3 പാളികളുള്ള തൂവലുകൾ ശരീരത്തെ പൂർണ്ണമായി മൂടുന്നു. ഈ സംവിധാനം ഏറ്റവും തണുപ്പുള്ള വെള്ളത്തിൽ പോലും അവയുടെ ശരീര താപനില 390 ഡിഗ്രി സെൽഷ്യസായി നിലനിർത്താനും സഹായിക്കുന്നു. രണ്ടാമത്തെ പ്രധാന അതിജീവന തന്ത്രമാണ് കറുപ്പും വെളുപ്പും ചേർന്ന ഇവയുടെ നിറം നൽകുന്ന കൗണ്ടർ ഷെയ്ഡിംഗ്. ഈ കറുത്ത പുറംഭാഗം വെള്ളത്തിലെ ഇരുണ്ട അടിത്തട്ടുമായി ലയിച്ചു ചേരും. അതേസമയം അടിയിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളവയറ് ജലോപരിതലത്തിലെ പ്രകാശവുമായി ലയിച്ചു ചേരും. ഇത് ഇര തേടുന്നതിനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഒരുപോലെ സഹായകമാണ്.
താപനില 0-ന് താഴെയായിരിക്കുമ്പോൾ പോലും പെൻഗ്വിനുകളുടെ പാദങ്ങൾ മരവിച്ചു പോകില്ല. ഇതിന് കാരണം പാദങ്ങളിലെ രക്തക്കുഴലുകൾക്ക് ചൂടുള്ള ധമനികളിൽ നിന്നും തണുത്ത സിരകളിലേക്ക് താപം കൈമാറ്റം ചെയ്യാൻ കഴിയും. കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച് എന്ന ഈ സംവിധാനം ശരീരതാപം പാദങ്ങളിലൂടെ നഷ്ടപ്പെടുന്നത് തടയുന്നു. മഞ്ഞിലൂടെ നടക്കുമ്പോൾ ടൊബോഗാനിംഗ് എന്ന സ്ലൈഡ് രീതിയും പെൻഗ്വിനുകൾ സഞ്ചാരത്തിനായി ഉപയോഗിക്കാറുണ്ട്. പെൻഗ്വിനുകളുടെ പ്രജനനവും രക്ഷകർതൃത്വവും സങ്കീർണവും ചിട്ടയുള്ളതുമാണ്. ഇവയുടെ ലൈംഗിക പക്വതയ്ക്ക് 3 മുതൽ 8 വർഷം വരെ എടുക്കാം. ഭൂരിഭാഗം ഇനങ്ങളും ഒരു പ്രജനന കാലത്തേക്കെങ്കിലും ഏകപത്നി വ്രതം പാലിക്കുന്നവരാണ്. പലപ്പോഴും അവ പഴയ ഇണയെ തേടി ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി കോളനിയിലേക്ക് മടങ്ങിയെത്തും. ഈ ബന്ധം വർഷങ്ങളോളം നീണ്ടു നിൽക്കും. എന്നാൽ മനുഷ്യരുടേതിന് സമാനമായി പെൻഗ്വിനുകൾക്കിടയിലും വിവാഹമോചനം സംഭവിക്കാറുണ്ട്. ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ദ്വീപിലും അന്റാർട്ടിക്കയിലും നടത്തിയ ദീർഘകാല പഠനങ്ങളിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇണയോടൊപ്പമുള്ള ബന്ധത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുക, അതായത് പ്രത്യുൽപാദന വിജയത്തിലെ കുറവാണ് വേർപിരിയലിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. ചിലപ്പോൾ പഴയ കൂടുണ്ടാക്കിയ സ്ഥലം മാറ്റുന്നതും വേർപിരിയലിന് കാരണമായേക്കാം. വേർപിരിയലിന്റെ ഫലമായി പുതിയ ഇണയെ കണ്ടെത്തുന്നതിനും പ്രണയിക്കുന്നതിനും കൂടുതൽ സമയം വേണ്ടിവരുന്നത് പ്രത്യുൽപാദനം വൈകാൻ കാരണമാകുന്നു. മാത്രമല്ല, പുതിയ ജോഡികൾക്ക് കൂട് നിർമ്മാണം, മുട്ട ഇൻക്യുബേഷൻ, കുഞ്ഞുങ്ങളെ വളർത്തൽ തുടങ്ങിയ സങ്കീർണമായ ജോലികൾ ഏകോപിപ്പിക്കുന്നതിൽ കാര്യക്ഷമത കുറവായിരിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഒരു പെൻഗ്വിൻ അതിന്റെ ജീവിതാവസാനം വരെ ഒരേ ഇണയോടൊപ്പം തുടരണോ, അതോ പ്രത്യുൽപാദനപരമായ മികച്ച വിജയം നൽകാൻ സാധ്യതയുള്ള പുതിയൊരിണയെ കണ്ടെത്തണം എന്ന പ്രായോഗികമായി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ വർഗത്തിന്റെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം. പെൻഗ്വിനുകളുടെ ജീവിതചക്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘട്ടമാണ് രക്ഷകർതൃത്വം. മുട്ടകൾ കടയിരിക്കുന്ന ജോലി മിക്ക ഇനങ്ങളിലും ആൺ പെൺ പങ്കാളികൾ മാറി മാറി ചെയ്യുമെങ്കിലും എംപറർ പെൻഗ്വിനുകളുടെ രക്ഷകർതൃത്വം ഒരു അത്ഭുത കഥയാണ്. ലോകത്തിലെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ ശൈത്യകാലത്ത് താപനില ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്ന അവസ്ഥയിൽ പ്രജനനം നടത്തുന്നത് എംപറർ പെൻഗ്വിനുകളാണ്. മുട്ടയിട്ട ശേഷം പെൺ പെൻഗ്വിൻ ആഹാരം തേടി 160 കിലോമീറ്ററോളം ദൂരത്തേക്ക് പോകും. ഈ സമയം ഏകദേശം 64 ദിവസത്തോളം ആൺ പെൻഗ്വിൻ ഭക്ഷണം കഴിക്കാതെ മുട്ടയെ സംരക്ഷിക്കും. കൊടും തണുപ്പിൽ മുട്ട കേടാകാതിരിക്കാൻ ആൺ പെൻഗ്വിൻ മുട്ടയെ സ്വന്തം പാദങ്ങളുടെ മുകളിൽ വെച്ച് അതിനു മുകളിലൂടെ ശരീരത്തിലെ ഒരു ചർമ്മപാളി കൊണ്ട് പൊതിഞ്ഞ് ചൂട് നൽകും. കഠിനമായ തണുപ്പിനെ അതിജീവിക്കാൻ ആൺ പെൻഗ്വിനുകൾ കൂട്ടമായി ചേർന്നൊരു വലിയ ഹഡിൽ രൂപപ്പെടുത്തുന്നു. കുഞ്ഞു വിരിയുമ്പോഴേക്കും പെൺ പെൻഗ്വിൻ മടങ്ങിയെത്തുകയും മാസങ്ങളായി ശരീരത്തിൽ സൂക്ഷിച്ച ക്രോപ്പ് മിൽക്ക് എന്ന പോഷകസമ്പുഷ്ടമായ ദ്രാവകം നൽകി കുഞ്ഞിന് ആദ്യ ഭക്ഷണം നൽകുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ തണുപ്പിനെ സ്വന്തമായി നേരിടാൻ പ്രാപ്തരാകുന്നതുവരെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ നിൽക്കുകയും പിന്നീട് ക്രച്ചുകൾ എന്നറിയപ്പെടുന്ന വലിയ നഴ്സറികളിൽ ഒരുമിച്ചിരുന്ന് പരസ്പരം ചൂട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പെൻഗ്വിനുകൾ സമുദ്രത്തിലെ മികച്ച വേട്ടക്കാരാണ്. ഇവയുടെ പ്രധാന ഭക്ഷണം ഞണ്ടുകൾ, ചെറിയ മത്സ്യങ്ങൾ, കണവ എന്നിവയാണ്. ഇവയുടെ ഭക്ഷണക്രമം സമുദ്രത്തിലെ ഭക്ഷ്യശൃംഖലയിൽ നിർണായകമാണ്. മിക്ക ഇനങ്ങളും തങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങൾക്കടുത്ത് തന്നെ ആഹാരം തേടുമ്പോൾ അഡീലി പെൻഗ്വിനുകൾ പോലുള്ള ചില ഇനങ്ങൾ വർഷത്തിൽ 17,600 കിലോമീറ്റർ വരെ ദൂരത്തിൽ മൈഗ്രേറ്റ് ചെയ്ത് സഞ്ചരിക്കാറുണ്ട്. ഭക്ഷണ ലഭ്യതയനുസരിച്ചും കടലിലെ മഞ്ഞുപാളികളുടെ ലഭ്യതയും കണക്കാക്കിയാകും ഈ ദീർഘദൂര യാത്രകൾ. പെൻഗ്വിനുകൾ ഇന്ന് ലോകമെമ്പാടും വലിയ ഭീഷണികൾ നേരിടുന്നു. നിലവിലുള്ള 18 ഇനങ്ങളിൽ പകുതിയോളം എണ്ണവും വംശനാശ ഭീഷണി നേരിടുന്നവയുടെ പട്ടികയിലാണ്. ഇവയുടെ നിലനിൽപ്പ് ദക്ഷിണ സമുദ്രങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു സൂചകമാണ്. പെൻഗ്വിനുകൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി കാലാവസ്ഥാ വ്യതിയാനമാണ്. ആഗോളതാപനം മൂലം മഞ്ഞുപാളികൾ ഉരുകുന്നത് എംപറർ അഡീലി പെൻഗ്വിനുകളുടെ പ്രജനന കേന്ദ്രത്തെ ഇല്ലാതാക്കുന്നു. കൂടാതെ സമുദ്രത്തിലെ താപനിലയിലുണ്ടാക്കുന്ന മാറ്റം ഇവയുടെ പ്രധാന ആഹാരമായ ക്രില്ലിന്റെ ലഭ്യത കുറയ്ക്കും. ഇത് പെൻഗ്വിനുകളെ മാത്രമല്ല, അവയെ ആശ്രയിക്കുന്ന മറ്റ് ജീവികളെയും ബാധിക്കുന്ന ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം മനുഷ്യന്റെ ഇടപെടലുകളും പെൻഗ്വിനുകൾക്ക് ഭീഷണിയാണ്. അമിതമായ മത്സ്യബന്ധനം ഇവയുടെ ഭക്ഷണ ലഭ്യതയെ കാര്യമായി ബാധിക്കുകയും മനുഷ്യർ മത്സ്യബന്ധനത്തിനായി സ്ഥാപിക്കുന്ന വലകളിൽ കുടുങ്ങി പെൻഗ്വിനുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മൂന്നാമതായി സമുദ്ര മലിനീകരണവും ഇവയുടെ നിലനിൽപ്പിന് വെല്ലുവിളിയാണ്. എണ്ണച്ചോർച്ചയും മറ്റ് സമുദ്ര മലിനീകരണവും പെൻഗ്വിനുകളുടെ തൂവലുകളുടെ വാട്ടർ പ്രൂഫ് സ്വഭാവം നഷ്ടപ്പെടുത്തുകയും കൊടും തണുപ്പിൽ വിറച്ച് കൂട്ടത്തോടെയുള്ള മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. പെൻഗ്വിനുകളുടെ സംരക്ഷണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ ആഗോള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അന്റാർട്ടിക് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം അന്റാർട്ടിക്കയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്.
കൂടാതെ അമിതമായ മത്സ്യബന്ധനം തടയുന്നതിനും പെൻഗ്വിനുകളുടെ ആഹാര സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുമായി പ്രധാനപ്പെട്ട ആവാസ മേഖലയെ സമുദ്ര സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കുന്നു. സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മറ്റൊരു പ്രധാന ഭാഗമാണ് ഗവേഷണവും ബോധവൽക്കരണവും. ഇതിന്റെ ഭാഗമായി പെൻഗ്വിൻ കോളനികളുടെ എണ്ണവും ആരോഗ്യവും പതിവായി നിരീക്ഷിച്ച് കാലാവസ്ഥാ മാറ്റങ്ങൾ അവയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് പഠിക്കുന്നത് തുടർച്ചയായ സംരക്ഷണ തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കും. പെൻഗ്വിനുകളുടെ നിലനിൽപ്പെന്നത് വെറുമൊരു ജീവിവർഗത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ദക്ഷിണ ധ്രുവത്തിലെ ജൈവ വൈവിധ്യത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഈ കറുപ്പും വെളുപ്പും ചേർന്ന പക്ഷികളുടെ അതിജീവനം ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾക്കെതിരെ മനുഷ്യൻ എത്രത്തോളം ശക്തമായി പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അവയുടെ സംരക്ഷണം നമ്മുടെ ഭൂമിയുടെ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. തണുത്തുറഞ്ഞ മഞ്ഞുപാളികളിൽ ഒരുമയുടെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളായി പെൻഗ്വിനുകൾ നിലകൊള്ളുന്നു. അവയുടെ അതിജീവന തന്ത്രങ്ങൾ നമ്മെ വിനയം പഠിപ്പിക്കുന്നു, പ്രത്യേകിച്ചും എംപറർ പെൻഗ്വിനുകളുടെ രക്ഷകർതൃത്വം. ഓരോ പെൻഗ്വിൻ കോളനിയും ഭൂമിയുടെ സന്തുലിതാവസ്ഥയുടെ ചെറിയൊരു കണ്ണിയാണ്. ഈ വിസ്മയ ജീവികളെ സംരക്ഷിക്കുന്നതിലൂടെ നാം സംരക്ഷിക്കുന്നത് നമ്മുടെ ഗ്രഹത്തിന്റെ തന്നെ ആരോഗ്യമാണ്.